ഞങ്ങളുടെ യൂണിറ്റ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തനായ കലാകാരനെ കുറിച്ചാണ്. അഭിനയ രംഗത്ത് അതുപോലെ തന്നെ നാടകങ്ങളിലൂടെ ഇപ്പോൾ സിനിമയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് സുന്ദരൻ പെരുമണ്ണ. അദ്ദേഹത്തെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു. സുന്ദരൻ പെരുമണ്ണ എന്ന താങ്കൾ എങ്ങനെയാണ് പിന്നെ ഈ ഒരു കലാ മേഖലയിലേക്ക് കടന്നു വന്നത്? ഞാൻ എൻ്റെ 10ാം വയസ്സിൽ ഞങ്ങളെ നാട്ടിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടുത്തെ കമ്മിറ്റികൾ കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ശിവരാത്രിൻ്റെ അന്ന് ഒരു നാടകം, അതായത് ഭക്തപ്രഹ്ലാദൻ എന്നുള്ളൊരു നാടകം അവരവിടെ അതിലഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദൻ എന്നുള്ള ഒരു കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞ് ആ ഭാഗം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ എടുത്തോളാം, പരിചയമൊന്നുമില്ല. അങ്ങനെ അതിലൂടെയാണ് ഞാൻ നാടകത്തിലേക്ക് വരുന്നത്. ആ ഭാഗം അത് ഏത് പ്രായത്തിലെന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് 10 വയസ്സുണ്ട്. 10 വയസ്സേ ഉള്ളൂ. ഓക്കെ. ഇതിനോട് പിന്നെ താല്പര്യം അന്നേ ഉണ്ടായിരുന്നു? ഈ അഭിനയിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പാട്ടൊക്കെ പാടണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ ഞാൻ പാട്ടൊക്കെ പാടിയിരുന്നു. ടീച്ചേഴ്സൊക്കെ പാടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സ്കൂളിൽ എന്താ പറയുക, നമ്പർ 1 പാട്ടുകാരൻ എൻ്റെ ക്ലാസ്സിൽ ഞാനായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു 2 വരി പാടാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു സിനിമ പാട്ട്? ഒരു 2 വരി ഞാൻ 2 വരി ഒരു ഭക്തി ഏതെങ്കിലും നമ്മൾ ദാസേട്ടൻ്റെ 2 വരി പാടാം. കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ നീയാണ് പുണ്യം, നീയാണ് മോക്ഷം, നീ തന്നെ ജീവൻ്റെ രക്ഷിതാവും. കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ. കൈകൂപ്പി നിൽക്കുമ്പോൾ കള്ളച്ചിരിയുമായി കളവേണൂതുമൻ മായക്കണ്ണൻ. കൈകൂപ്പി നിൽക്കുമ്പോൾ കള്ളച്ചിരിയുമായി കളവേണൂതുമൻ മായക്കണ്ണൻ. എങ്കിലും നീ എന്നെ പാറോടു ചേർക്കണം, ഗുരുവായൂർ പുരിവാഴും മുരളീധര. കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ. അത് അതിൻ്റെ വേർഡ്സ് കറക്റ്റാണോ എന്ന് അറിയില്ല. ഓർമ്മയിൽ വന്നത്. അപ്പോൾ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു? സംഗീതം പഠിച്ചിട്ടില്ല, പോയിട്ടുണ്ട് കുറച്ച്, ഒരു 5-8 ക്ലാസ്സിനൊക്കെ പോയിട്ടേ. ഹാർമോണിയം അതേമാതിരി തന്നെ ഒരു 10 ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. ഹാർമോണിയം വായിക്കുമോ വെച്ചാൽ ചെറുതായിട്ട്. അപ്പോൾ അതിനോടൊരു താല്പര്യമുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട്? കുടുംബത്തിൽ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ അനിയൻ തബല ഹാർമോണിയം ഒക്കെ അനിയൻ പഠിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ എന്നാ പേര്. അപ്പോൾ കണ്ടിട്ടായിരിക്കും അതിങ്ങനെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറിയ താല്പര്യം. അപ്പോൾ വീട്ടിൽ ഹാർമോണിയം നമ്മളെ മരിച്ചുപോയ ഒരു മുസ്ലിം പാട്ടുകാരൻ KT മുഹമ്മദ്, തിരൂരങ്ങാടിക്കാരനാണ്, മലപ്പുറം ജില്ലയിൽ. അദ്ദേഹത്തിൻ്റെ ഹാർമോണിയാണ് ഇന്ന് അനിയൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അനിയൻ നല്ല ഹാർമോണിയം വായിക്കുന്ന ആളും പാടുന്ന ആളും ഒക്കെയാണ്. പിന്നെ ഏറ്റവും താഴെയുള്ള അനിയൻ എന്ന് പറയുന്നത് രവീന്ദ്രനാണ്. രവി നല്ലോണം പാട്ട് പാടുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മളെ വേറൊരു അനിയുണ്ട്, ബാലകൃഷ്ണൻ എന്നാ പേര്. ആ ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളെ ഇയാളിലെ എന്താണ്
കൊല്ലം ഷാഫി കൊല്ലം ഷാഫിൻ്റെ കൂടെയൊക്കെയാണ് ഇപ്പോൾ പ്രോഗ്രാമിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേമസ് ആണല്ലോ, ഫേമസ് ആണ്. അതെ അതെ അതെ. ഇത് നിങ്ങൾ അനിയൻ ബാലകൃഷ്ണൻ എന്നാണ് പേര്. ഓക്കെ ഓക്കെ. ഇപ്പം പിന്നെ നിങ്ങൾ വീട് കോഴിക്കോട് എവിടെയാണ്? വീട് ഞാൻ കോഴിക്കോട് പെരുമണ്ണയാണ്. പെരുമണ്ണ അല്ലേ? പെരുമണ്ണ. ഓക്കെ. അവിടെ ഒരു സംവിധായകൻ ഉണ്ടല്ലോ, തേജസ്. തേജസ്. അദ്ദേഹത്തിന്റെ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, മാധവി എന്ന് പറഞ്ഞ പടത്തിൽ. അതിലേക്ക് നമുക്ക് മോനേട്ടൻ്റെ ഒരു 3-4 പടത്തിൽ കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ മോനേട്ടൻ ഡയറക്ടറാണ്, പടം നിർമ്മിക്കുന്ന ആളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ അടുത്ത പടത്തിൽ നമ്മൾ ചോദിച്ചാലല്ലേ നമുക്ക് ചാൻസ് കിട്ടും. അടുത്ത പടത്തിൽ നിങ്ങൾ എനിക്കൊരു ചാൻസ് തരണം മോനേട്ട. അപ്പോൾ ഞാൻ പറയേണ്ടത് നിങ്ങൾ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ മോനേട്ടൻ എനിക്ക് ആ അവസരം തന്ന് മാധവീയത്തിൽ. അപ്പോൾ അതിൽ ഞാനത് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെ. അല്ല, അത് പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 100 ആളെ എടുത്തു നോക്കിയാൽ ഒരു 98 പേർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. കാരണം സിനിമയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിപ്പെടുവെന്ന് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദൈവനിയോഗം എന്നേ പറയാൻ പറ്റുള്ളൂ, ചിന്തിച്ചു കഴിഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയോ അവസരമുള്ളവർക്ക് പോലും അല്ലെങ്കിൽ പിന്നെ സാധ്യതയുള്ളവർക്ക് പോലും എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പം പ്രത്യേകിച്ചിട്ട് കോഴിക്കോട് മലബാറിലൊക്കെ ഉള്ളവർക്ക് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ മുമ്പാണെങ്കിലും മദ്രാസായിരുന്നു, പിന്നെ അതിനുശേഷം കൊച്ചിയും തിരുവനന്തപുരം ഒക്കെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സീരിയലാണെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ്, ഓക്കെ, സിനിമ കൊച്ചിയിലും. അപ്പൊ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടുക, കുറച്ച് സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. എനിക്കിപ്പം തോന്നുന്നത് പിന്നെ നമ്മുടെ ശ്രീനിവാസൻ ഒരു തമാശ രൂപത്തിൽ പറയായിരുന്നു. അതായത് ഒരു ഇന്റർവ്യൂല് ശ്രീനിവാസനോട് പിന്നെ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലമായിട്ട് 2 സിനിമയല്ലേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ അത് മോശമായിപ്പോയി. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും എസ്റ്റാബ്ലിഷ് ചെയ്ത തിരക്കഥാകൃത്ത് പിന്നെ കേരളത്തിലെ തന്നെ ഒരു നമ്പർ 10-നുള്ളിൽ വരുന്ന തിരക്കഥാകൃത്തൊക്കെ ആയിരുന്നല്ലോ, അതേപോലെ അഭിനേതാവും. അപ്പോൾ പുള്ളി തമാശ രൂപത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികൾ ഒരു 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ എത്ര പേര് സിനിമ ചെയ്തിട്ടുണ്ട്? കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ചിട്ട് അതില് സംവിധാനം ചെയ്തവര് അതിനും വളരെ കുറച്ച് പേര്. അപ്പൊ ഞാൻ 2 ചെയ്തിട്ടില്ലേ, അത് തന്നെ വലിയ കാര്യം. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പിന്നെ സുന്ദരൻ പെരുവണ്ണ എന്ന ആ ഒരു പേര് മലയാള സിനിമയിൽ എത്തിപ്പെട്ടു. ഓക്കെ, അതിനു മുന്നേ നാടകത്തിലൂടെയാണെന്ന് പറഞ്ഞു. ഇപ്പം നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മളെ കോഴിക്കോട് ഒരുപാട് സിനിമ മേഖലയിൽ നാടകത്തിലൂടെ വന്നവരുണ്ട്. അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എന്തെങ്കിലും? അവരായിട്ടൊന്നും ഞാൻ ബന്ധമില്ല. ഞാൻ നാടകത്തിൽ ഞാൻ മലപ്പുറം ജില്ലയിൽ വെന്നിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അവിടെ കക്കാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഈ നമ്മളെ ഈ ഭക്തപ്രഹ്ലാദ് എന്നുള്ള ഈ നാടകം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമുക്കൊന്നും അറിയില്ലല്ലോ. ഓഡിയൻസിനെ കണ്ടിട്ട് ഞാൻ സത്യത്തിൽ ഇതാണ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് മുന്നോട്ട് അങ്ങോട്ട് നിങ്ങൾ ഇതാ ഈ പൊസിഷനിൽ നിൽക്കി ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ഞാൻ സത്യത്തിൽ എനിക്ക് കരച്ചിലൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വരുന്നത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു പേടിയില്ല, പേടിച്ചുകൊണ്ടൊക്കെയാണ് വന്നിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹാസ്യത്തിലേക്ക് നീങ്ങി. മുസ്ലിം കഥാപാത്രമൊക്കെ ആയിട്ട് കൂടുതലും ഞാൻ മുസ്ലിം കഥാപാത്രമാണ്. എന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്നെ താടിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ മിനിയാന്ന് ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് അത് മാഞ്ഞു പോയ നിഴലായിരുന്നു എൻ്റെ 2ാം ഭാഗം. ഞങ്ങൾ പെരുമണ്ണുള്ള ഒരു അംബിക മേഡം ഉണ്ട്, അവരാണ്. അവർക്ക് ഒത്തിരി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിം അവർ തന്നെ ഞാൻ കുറേ എണ്ണത്തിൽ പ്രശസ്തമായിക്കൊണ്ട് തേപ്പ് പെട്ടി അതിൽ 3-4 വേഷം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കുറ്റിക്കാട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്, എന്തെങ്കിലും ഒരു ദുഃഖം കാണുന്നുണ്ടോ? എന്താ ഈ ദുഃഖത്തിന് കാരണം എന്നറിയാം? ഞാൻ എല്ലാ മാസവും 5-ാം തീയതി 5 ലക്ഷം റുപ്യ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അത് ഇമ്മാസം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം എന്നറിയാം? 50,000 റുപ്യൻ്റെ കുറവുണ്ട്. അതാ കാരണം. സിനിമയിൽ ഞാൻ 4 സിനിമയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സിനിമ ഇനിയിപ്പോൾ വരാനിരിക്കുന്നു. ഒന്ന് നമ്മളെ ഇത് എന്താണ് ചാവ് കല്യാണം, അത് വിഷ്ണു പറഞ്ഞ ഡയറക്ടറാണ്, ഒരു സ്കൂൾ മാഷാണ്.
നല്ലൊരു വേഷമാണ് ആ സിനിമയിൽ. മാഷായിട്ടാണ് പിന്നെ ചെയ്യുന്നത് അല്ലേ? അല്ല, മാഷാണ് അതിൻ്റെ ഡയറക്ടർ. ഞാനല്ല, ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു കാരണവരായിട്ട് 2-3 ഇതിൽ എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക, ആ വീട്ടിലെ മൂത്ത ഒരു കാരണവരായിട്ടാണ് എനിക്ക് വേഷം കിട്ടിയത്. നായകന്മാരൊക്കെ നായകന്മാരൊക്കെ ഉണ്ട്. അത് അവർ പുതിയ അങ്ങനെ പരിചയമൊന്നുമില്ല. പിന്നെ പന്തീരങ്കാവിലുള്ള ഒരു ഷൈജു പറഞ്ഞ ആള് സിനിമയിലൊക്കെ ഉള്ള ആളാണ്, പ്രൊഫഷണൽ നാടകത്തിലൊക്കെ ഉള്ള ആളാണ്. ഇപ്പൊ തേജസ് പെരുമണ്ണന്റെ പറഞ്ഞല്ലോ മാധവിയം, അതില് വിനീത ആയിരുന്നില്ലേ നായകൻ? അതെ അതെ അതെ. അതിൽ കുറെ പേര് പിന്നെ പ്രശസ്തരായ പിന്നെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ പെരുമണ്ണുള്ള കുറേ ആളുകൾ മോനേട്ടൻ, തേജസ് പെരുമണ്ണേൻ്റെ ഒറിജിനൽ പേര് മോഹൻദാസ് എന്നാണ്. ഞാൻ മോനേട്ടൻ എന്ന് വിളിക്കും. അപ്പോൾ മോനേട്ടൻ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സുന്ദരേട്ട അങ്ങനെ നമുക്ക് പെരുമണ്ണേന്നൊന്നും ആരും വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് ആഗ്രഹമുള്ള ആളുകളുണ്ട്, മോനേട്ടൻ അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് അവരെ കയറ്റി. അപ്പോൾ ഞാൻ വടകരയിൽ നിന്ന് കൊണ്ടുവന്ന്, തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്ന്, പെരുമണ്ണിൽ നിന്ന് തന്നെ 2 പേരെ അവർ ഇതിലേക്ക് കൊണ്ടുവന്ന്. അവർക്ക് നല്ല ഭാഗങ്ങളാണ് അവർക്ക് കിട്ടിയത്. അഭിനയിച്ചത് അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് ഇനിയും എടുക്കാൻ പോകാനുള്ള. അപ്പോൾ അടുത്തന്നെ മോനേട്ടൻ്റെ ഇത് ഇവിടെ മുക്കത്ത് വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ഒരു PC തിയേറ്ററോ ഏറ്റവും പറയും മുക്കത്ത്, അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് അടുത്ത പടം ഓക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിലേക്ക് കൂടെ മുന്നോട്ട് പോകാമെന്നൊരു എന്തായി കഴിഞ്ഞാലും നമ്മളെ ആഗ്രഹം പോലെ തന്നെ മുന്നോട്ട് എന്തായാലും വരും. ഇപ്പോൾ നമ്മൾ തേപ്പ് പെട്ടി പറഞ്ഞ അതിൽ തന്നെ ഒത്തിരി ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് അതിൽ ഓരോരോ വേഷങ്ങൾ എനിക്ക് കിട്ടിയത്. കഴിയുന്നതും ഞാൻ എൻ്റെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. എടി, നമ്മളെല്ലാം പോയടി. നീ പറഞ്ഞ വയനാട് ഫിനാൻസ് കമ്പനിക്കാരില്ലേ, ഒരു അടച്ചുപൂട്ടി പോയി. അയ്യോ, എന്നിട്ട് നമ്മൾ 5 കോടി പോയി ലോട്ടറി കിട്ടിയത്. എല്ലാം നീ ഒറ്റ കാരണ. അത് ആ ബാങ്കിലായിരുന്നെങ്കിൽ അവിടെ കിടക്കൂലായിരുന്നില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നോട് ബാങ്കിലിട്ടാ മതി എന്ന്. ഇനി എന്ത് ചെയ്യൂ? അയ്യോ, നിന്റെ ലോട്ടറി അടിച്ച 5 കോടി പോയോ? നീ ഒറ്റ കാരണ. അയ്യോ, നിന്റെ ലോട്ടറി അടിച്ച 5 കോടി. അയ്യോ അയ്യോ അയ്യോ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സർ. കള്ളം പറഞ്ഞോടാ? നിന്നെ മോടിച്ചതെങ്കിൽ ഒരുമിച്ചല്ലേ പിടിച്ചേ? സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ സാർ. തേങ്ങ പറിക്കാനാണ് എന്നെ വിളിച്ചത്. ഞാൻ തേങ്ങ പറിക്കുകയും ചെയ്തു. കൂലിയായിട്ട് തേങ്ങ തരാമെന്നും പറഞ്ഞു. ഞാൻ ആ തേങ്ങ എടുത്തിട്ടേ ഉള്ളൂ സാർ. ഞാൻ നിരപരാധിയാണ് സാർ. ഇയാൾ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് സാർ. ഞാൻ നിരപരാധിയാണ് സാർ. പിന്നെ ഇപ്പം വീട്ടില് പിന്നെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും എൻ്റെ ഒക്കെ സപ്പോർട്ട്, അതേപോലെ ഇപ്പോഴ്, കാരണം ഒരു നല്ല കലാകാരന് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിലെ അന്തരീക്ഷം ഓക്കെ ആയിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ചിട്ട് ഭാര്യേൻ്റെ അല്ലെങ്കിൽ മക്കളെയൊക്കെ സപ്പോർട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മാത്രം മുന്നോട്ട് പോവില്ല. അപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഞാൻ ഭാര്യ 2 കുട്ടികൾ, മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവിടെ അടുത്ത് തന്നെയാണ്. ഒരു ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ഷനോജ് എന്നാണ് കൊണ്ടുപോയ ആളെ പേര്. അയാള് കലാകാരനാണ്. ഇപ്പൊ നാടകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന് ജോലി നമ്മളെ RCM എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഫുഡിന്റെ അതിന്റെ ഒരു ഷോപ്പാണ് നടത്തുന്നത്. പൂവാട്ട് പറമ്പിലാണ് സ്വന്തമായിട്ട്. അപ്പോൾ അത് അതിൽ നടത്തുന്നുണ്ടെങ്കിലും കലാകാരനാണ്. എപ്പോഴും കലയായിട്ടാണ് ആളെ മൈൻഡ് മുഴുവൻ കലയാണ്. അപ്പോൾ ഇപ്പം നാടകം എഴുതിക്കൊണ്ടിരിക്കുന്നത് അവിടെ അടുത്ത് തന്നെ ഈ മാസം ലാസ്റ്റ് ഒരു നാടകമുണ്ട്. ഒരു PDKS എന്ന് പറയും, ക്ലബ്ബാണ്. അപ്പോൾ അതിലേക്കുള്ള നാടകം പിന്നെ എനിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞ് ആ ക്ലബ്ബിൽ, ഞാൻ ആ ക്ലബ്ബിൽ അങ്ങല്ല, അപ്പോൾ ക്ലബ്ബിൽ തന്നെ ഉള്ള ആളുകളുണ്ടെന്ന് നോക്കട്ടെ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അവർ കണ്ടുവച്ചൊരു മുസ്ലിം കഥാപാത്രം എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിലേ പറയാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. മകൻ പഠിച്ചത് നമ്മുടെ ടൂളണ്ടൈ പറഞ്ഞ കോഴ്സാണ്. അത് ഇപ്പോൾ ആളുള്ളത് ഹൈദരാബാദിൽ. നമ്മളെ ഈ മലബാർ ഗോൾഡിൻ്റെ അവരുടെ ഇതിലൊരു ജോലി കിട്ടിയിട്ടുണ്ട് അവിടെ കമ്പനിയിൽ. ആള് മാരീഡ് അല്ല, 27 വയസ്സായി. വന്നിട്ട് നോക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വീട്ടിൽ വൈഫ്
ഈ കലാരംഗമായിട്ട് വലിയ പരിചയമില്ലെങ്കിലും ഇങ്ങനെ ഷൂട്ടിംഗ് ഉണ്ട്, ഷോർട്ട് ഫിലിം ഉണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്നെ കൂടുതലും ഇതാ ടൈമായി, നിങ്ങൾ പെട്ടെന്ന് റെഡിയായി, അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതല്ലേ എന്നൊക്കെ. അതായത് ലൊക്കേഷനിലൊക്കെ ചില സമയത്തൊക്കെ വന്ന് കാണുന്ന സമയത്ത് ഇപ്പം നമ്മളൊരാൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങുമല്ലോ. അതെ, അത് ആ ഒരു ഇത് എന്താ അതിൻ്റെ ഒരു വിഷമം അവർക്കറിയാം. അറിയാം. അതുകൊണ്ട് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതാണ് വലിയ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അതെ അതെ. ഈ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു എന്നില്ലാണ് തിരിഞ്ഞു നോക്കുമ്പോൾ. കാരണം എല്ലാവരും ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു, പിന്നെ ജോലി ചെയ്യുന്നു, മക്കളെ വലുതാക്കുന്നു, ഇതാണ്. അതിൻ്റെ അകത്ത് കുറച്ച് പേര് വ്യത്യസ്തമായിട്ട് മൂവ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മളൊരു ബാക്കി പത്രമായിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ കുറച്ച് സാധനം അവിടെ കിടക്കുവാണ്. അത് ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നുന്നത് വലിയൊരു കാര്യമാണെന്ന്. കാരണം അത്ര നിസ്സാരമല്ല, കുറച്ച് പേർക്ക് ആ ഒരു ഭാഗ്യം കിട്ടുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്ന ഒരു കോടികളേക്കാൾ മൂല്യമുള്ള ഒരു ഇതായിരിക്കും. കാരണം കുറേ കാലം കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ പിന്നെ നാടകങ്ങളിലും സിനിമയിലൂടെയും അതുപോലെ തന്നെ മറ്റ് പല മേഖലയിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ നമ്മൾ അല്ലാത്ത ഇപ്പോൾ ഒരു നാടകം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നടനുള്ള സ്വഭാവം നടന്നുള്ള അങ്ങനത്തെ ഓരോരോ അവർ തരുന്ന സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംമാതിരി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തരുന്ന അത് പറ്റിയില്ലല്ലോ. അങ്ങനത്തതും എൻ്റെ വക എണ്ണിട്ടോ എന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടിയൊക്കെ ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമ്മാനം വാങ്ങുകയെന്നല്ല, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന അത് ചെറുതാണെങ്കിലും സന്തോഷിച്ച് തരുമ്പോൾ അത് ഏറ്റവും വലിയ കാര്യം. അതെ അതെ, അത് സൂപ്പറാക്കുക. ഇപ്പം നിങ്ങളൊരു ഭാഗം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് എത്രയും അതിൻ്റെ ഒറിജിനാലിറ്റി എത്രത്തോളം കിട്ടും അതാണ് ഞാൻ നോക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതെ അതെ. ഇപ്പം ഇത് പിന്നെ ഇപ്പൊ സിനിമയിൽ ഒക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇനി കത്തിക്കയറട്ടെ. ഓക്കെ, ഇപ്പൊ ഈ ഭാവിയിൽ എങ്ങനെ എന്താവണം എന്നാണ്? ഭാവിയിലേക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടിയ ഏത് വേഷങ്ങൾ കിട്ടിയാലും എന്നെ കൊണ്ടിപ്പോൾ സാറ് എനിക്കൊരു വേഷം തന്ന് അത് ചെയ്യിച്ചിട്ട് അത് സൂപ്പറാണ് എന്ന് സാറിന് തോന്നിയാൽ അതുവരെ മോശമായിട്ടില്ല. തന്ന മുഴുവൻ ഞാൻ എൻ്റെ ഇപ്പം ഒരു കള്ളുകൂടി ഇപ്പം ഞാനിപ്പം പിന്നെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ശങ്കരാടിന്റെ ഒരു ലുക്കാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശങ്കരാടിനെ പറഞ്ഞില്ല. പിന്നെ നമ്മളെ വേറൊരാൾ പറഞ്ഞത് ഒരു ലൊക്കേഷനിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെ എന്താണ് ഇതുണ്ടല്ലോ, എന്താ അതിൻ്റെ ഒരു പേരെനിക്ക് ഓർമ്മ, ആ നടൻ മരിച്ചുപോയി. ഇത് മുട്ടയുണ്ട്, എന്താണ് പുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓർമ്മ ഉണ്ടോ സാറിന്? ആ നടൻ ഓർമ്മ ഉണ്ടോ? ഇല്ലില്ല. ഒരു കഷണ്ടിയാണ്. ശങ്കരാടിന്റെ എന്ന് പറഞ്ഞാല് ഒരു മാനറിസം ഏതായാലും പിന്നെ മലയാള സിനിമയില് ഒരു പിന്നെ എന്താ പറയണ്ടേ, നല്ല രീതിയിൽ എത്തട്ടെ ഭാവിയിൽ. ഓക്കെ, എല്ലാ ആശംസകളും നേരുന്നു. അപ്പം നമ്മളിവിടെ പിന്നെ തൽക്കാലം ഈ ഒരു ചെറിയൊരു ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നു. ബാക്കി ഇനിയും പിന്നെ നമുക്ക് ഒരു നിമിഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ സാറേ. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ, താങ്ക് യു.